ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള സുപ്രധാനമായ ഒരമലാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പല പദ്ധതികളും പരാജയപ്പെടാനുള്ള കാരണം ഈ അമല് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഏതാണ് അമല് എന്ന് വെച്ചാൽ, ദുന്യവിയായ കാര്യമാണെങ്കിലും ഇനി ആത്മീയമായ വിഷയമാണെങ്കിലും ഒരു പ്രധാന കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു മുഷാവറ നല്ലതാണ്. പടപ്പുകളോട് മുഷാവറ ചെയ്യണം, പടച്ചവനോട് മുഷാവറ ചെയ്യണം. രണ്ടുമുണ്ട്. ഇത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ഹൈറാണെങ്കിൽ അള്ളാഹു തആല പൂർണ്ണമായി നമ്മൾ ഉദ്ദേശിച്ച പോലെ വിജയിപ്പിക്കും. ഹൈറല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി തരും ചെയ്യും. അതാണ് അതിനുള്ള ഗുണം. അതിനിപ്പോ ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരു വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ചാലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഗുണകാംക്ഷികളായ നല്ലത് പറഞ്ഞു തരുന്ന ആളുകളുമായിട്ടൊരു മുഷാവറ ചെയ്യാം. ഇതിന്റെ മാതൃക ആരാണ്? അള്ളാഹു തന്നെയാണ്. അതിന്റെ മേലൊന്നുമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കളോട് മുഷാവറ ചെയ്തത് സൂറത്തുൽ ബഖറയിലുണ്ട്. അള്ളാഹ്ക്ക് ഇപ്പൊ എന്താ അവന്റെ പടപ്പുകളോട് മുഷാവറ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം മലക്കുകളും അവന്റെ പടപ്പുകള്, മനുഷ്യരും അവന്റെ പടപ്പുകള്. ഒരു പടപ്പുകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോ പടച്ചോനെന്തിനാ മറ്റൊരു പടപ്പുകളോട് മുഷാവറ ചെയ്യുന്നത്? നമുക്ക് അദബ് പഠിപ്പിക്കേണ്ടത്. ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആയത്ത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. കണ്ടോ, അല്ലാഹു തആല ചോദിക്കാണ്, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് എന്റെ ഒരു ഖലീഫനെ ഭൂമിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ നിങ്ങളെ അഭിപ്രായം? മലക്കളുടെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഒരു മുഷാവറ ഏത് വിഷയത്തിലും നല്ലതാണ്. അല്ലെങ്കിൽ അത് അവതാളത്തിലാകും ചിലപ്പോ. എനിക്കൊക്കെ അനുഭവം ഉണ്ട്. എന്റെ ഓർമ്മയിൽ ഇപ്പോഴെന്നെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊക്കെ പരിചയത്തില് വലിയ വലിയ ചില പദ്ധതികളൊക്കെ ഗൾഫ് നാടുകളിലടക്കം തുടങ്ങാൻ ഉദ്ദേശിച്ച ആളുകൾ തുടങ്ങി അടിച്ചു വീശി ഉയർന്നു. പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് അഞ്ചൊക്കെ നിസ്കരിക്കുന്ന കുറെ സ്വാലിഹ്യങ്ങൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ആ അടിച്ചു വീശിയ ആളുകളൊക്കെ തകർന്ന് തരിപ്പണമാവാണ് പിന്നെ ചെയ്യുന്നത്. അത് ഈ മുഷാവറിന്റെ അഭാവമാണ്. വളരെ ഗൗരവമാണ് ആ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃക കാണിച്ചെന്നൊരു വിഷയം നമ്മൾ എന്തിനാ വിസ്മരിക്കുന്നത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതുമാണ്, വശാവിർഹും, അവരോട് തങ്ങൾ മുഷാവറ ചെയ്യണം, കാര്യങ്ങളിലൊക്കെ മുഷാവറ ചെയ്യണം. നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമുമായിട്ട് മത്സരിക്കാൻ വന്ന ഫിർഔന്റെ പട്ടാളക്കാരെ കുറിച്ച് ഞാൻ ചരിത്രം പറയില്ല, നിങ്ങൾക്കൊക്കെ നേരത്തെ ബോധമുള്ളതാണ്, അറിവുള്ളതാണ്. അവരെല്ലാവരും മത്സരിക്കാൻ വന്നു. അവരെ കയ്യിലുള്ളത് വടികളും കയറുകളുമാണ്. അത് പാമ്പുകളാക്കുകയാണ് ആ സാഹചര്യങ്ങൾ. എന്നാൽ മൂസാ അലൈഹി സ്വലാം ഇപ്പുറത്ത് അതേ പണി തന്നെ ചെയ്യണത്. ഒന്ന് ഒറിജിനാലിറ്റി, മറ്റൊന്ന് ഉടുപുളി എന്ന് മാത്രം. ഒന്ന് മുഅ്ജിസത്ത്, മറ്റൊന്ന് സിഹ്ർ. രണ്ടും ഏറ്റുമുട്ടിയാൽ സിഹ്ർ തൂഫാനാവുമല്ലോ. പക്ഷെ ആ പങ്കെടുക്കാൻ വേണ്ടി വന്ന മത്സരാർത്ഥികളായ മാരണക്കാർ മുഴുവനും അസ്ലമു, മുസ്ലിമീങ്ങളായി. സ്വാഗത സംഘം ചെയർമാനായിരുന്നു ഫിർഔൻ, അവ മുസ്ലിമായില്ല. മറ്റുള്ളവരൊക്കെ മുസ്ലിമീങ്ങളായി. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ചില മഹാന്മാര് പറയുന്ന എന്താ അറിയോ, അവര് മുഴുവനും മുസ്ലിമീങ്ങളാവാൻ കാരണം ഒരു മുഷാവറന്റെ അദബാണെന്നാണ്. കാരണം ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവര് മൂസാ നബിനോട് ചോദിച്ചു ഒരു മുഷാവറ. ആദ്യം നിങ്ങളാണോ തുടങ്ങേണ്ടത്, നമ്മളാണോ തുടങ്ങേണ്ടത് എന്ന് വെച്ച്. അതൊരു മുഷാവറയാണ്. ഒരു നബിനോട് ഒരു മുഷാവറ നടത്തി. ഇവര് ചോദിച്ചു, പരിപാടി തുടങ്ങാൻ പോകണല്ലോ, ആദ്യം നിങ്ങളാണോ തുടങ്ങണേ, നമ്മളാണോ തുടങ്ങണമെന്ന് വെച്ച്. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങി കളിയെന്ന്. തുടങ്ങി. അവരെ കയറും വടികളൊക്കെ പാമ്പുകളായി നേർക്ക് വന്നു. മൂസാ നബിനോട് അല്ലാഹു പറഞ്ഞു, ആ വടിയുടെ കയ്യിലിട്ടാളി എന്ന് പറഞ്ഞു. അതിൽ പല സൂചനയുണ്ട്. വടി കയ്യിൽ നിന്ന് വടിയിട്ടാളി എന്ന് പറയാൻ കാരണം പാമ്പാവാൻ വേണ്ടി മാത്രല്ല, സൂഫിയാക്കൾ ഈ ആയത്തോണ്ട് മറ്റൊരു അർത്ഥതലത്തെ കൊണ്ടുപോയിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അവര് പറയാണ്, ഒരു പാമ്പിനെ കണ്ടാൽ ഒരു മനുഷ്യന്റെ ആകെയുള്ള ധൈര്യം കയ്യിൽ വടിയാണല്ലോ, അല്ലേ? നായനെ കണ്ടാ കല്ലും, പാമ്പിനെ കണ്ടാൽ വടിയും. ഇത് രണ്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ഒന്ന് പിടിച്ചിക്ക. അപ്പൊ അവിടുന്ന് കുറെ പാമ്പുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴേ മൂസാ നബിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. അല്ലാഹു പറഞ്ഞു, വടിമ കൂടണ്ട, അതവിടെ ഇട്ടാളി, പണി നമ്മൾ എടുത്തോളാം. എന്റെ അടുത്ത് ഇങ്ങോട്ട് പോരുന്നത് വടിമ കൂടണ്ട. വടിയാണ്ടിട്ടപ്പോഴോ വടി തന്നെ ഒരു പാമ്പായി. അത് അള്ളാന്റെ പണിയാണ്.
ഇത് കണ്ടപ്പോ അവരെല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്. ഇതിന് കാരണമാണ് ഇമാമിയങ്ങൾ പറയുന്നത്, അത് അവരുടെ മുഷാവറിന്റെ ബർക്കത്തോണ്ടാണെന്ന്. മുഷാവറ കൊണ്ട് പരിപാടി തുടങ്ങിയത് സിഹറാണ്, പക്ഷെ അവസാനം ഇസ്ലാമിലെത്തി. കാരണം ഇടയിലൊന്നും മുഷാവറ ചെയ്ത. അത്ര ശക്തിയാണ് മുഷാവറക്ക്. നമ്മൾ ചില ആളുകള് വീടുണ്ടാക്കുകയാണെങ്കിലും മോളെ കെട്ടിക്കുകയാണെങ്കിലും മോന്റെ കല്യാണം നടത്തുകയാണെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിലും ഉംറക്ക് പോവുകയാണെങ്കിലും പുതിയ പദ്ധതി തുടങ്ങുകയാണെങ്കിലും ഒന്നും മുഷാവറ ചെയ്യില്ല. എന്നിട്ട് കൊളായിട്ട് കുണ്ടിച്ചാടിയ കാണുന്ന അലിംപൊളിയും കൂടി. അത് മുഷാവറ ചെയ്യണ്ടേ? എല്ലാരോടും മുഷാവറ ചെയ്യണമെന്നല്ല. ഒരു പരിപാടിയാണ് തുടങ്ങിയ നാടൊട്ടൊക്കെ നോട്ടീസ് അടിച്ച് നടക്കണം എന്ന് പറഞ്ഞ സംഗതി നടക്കുമോ? പിന്നെ മാത്രമല്ല, ഇത് മുടക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. അതൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഇത് പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് ഇപ്പൊ എന്ത് മുഷാവറ ചെയ്തിട്ടും കാര്യമില്ല, വേണ്ടാന്ന് പോലും പറയുള്ളൂ. ഞാൻ അജിനോട്ടെ കാബ അവിടെ ഉള്ളല്ലേ, എല്ലാ കൊല്ലം പോയിക്കൂടെ, ഇപ്പൊ തന്നെ എന്താ എത്ര തീർത്തി, എന്റെ മോളെ കെട്ടിച്ചിക്കണ, അങ്ങനത്തെ മുഷാവറ ചെയ്തിട്ട് എന്താ കാര്യമില്ല. മോളെ കെട്ടിക്കലും അച്ഛൻ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ മോളെ കെട്ടിക്കാൻ പൈസ വേണോ? മാമൂലല്ലേ, ജനങ്ങൾ ഉണ്ടാക്കിയല്ല മോളെ കെട്ടിക്കാനുള്ള പൈസ ഒക്കെ. നേരെ മറിച്ച് ഹജ്ജിനാവും പൈസ വേണല്ലോ. അപ്പൊ മാമൂല് കൊണ്ട് വുജൂബ് ഒഴിവാക്കുന്ന ഒരവസ്ഥ ആളുകളാണെന്ന് കൂടുതലുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും അങ്ങനെ ഒരു മുഷാവറ അത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ജനങ്ങളോട് മുഷാവറ ചെയ്തു, ഇനി വേണ്ടത് പടച്ചവനോടൊരു മുഷാവറ. അതിനാണ് ഇസ്തിഖാറത്ത് നിസ്കാരം എന്ന് പറയാം. എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ചെയ്തോക്കി നിങ്ങൾ. ഒന്ന് ഒളു കൊടുക്കുക, ഒളു കൊടുത്തിട്ട് 2 റക്അത്ത് അറബിയിൽ അറിയില്ലെങ്കിൽ ഇസ്തിഖാറത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹൈറിനെ തേടുന്ന നിസ്കാരം എന്ന് അതിന്റെ അർത്ഥം. ഇസ്തിഖാറ യസ്തഖീറു ഇസ്തിഖാറത്തൻ ഫോ മുസ്തഖീറു, അങ്ങനെയാണ്. അപ്പൊ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറിനെ തേടുന്ന നിസ്കാരം എന്നാണ്. അപ്പൊ ഇങ്ങനെ നിയ്യത്ത് വെക്കുക. ഏതായാലും പിന്നെ പടച്ചവനോടെ 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കാരം. അത് തന്നെ ഇസ്തിഖാറത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കണു. വജ്ഹത്ത് ഓതുക, എന്നിട്ട് ഫാത്തിഹ, അതിനുശേഷം ഒരു ഖുൽ ഗാഫിർ എന്നുള്ള സൂറത്ത്. 2ാമത്തെ റക്അത്തിൽ വജ്ഹത്ത് ഓതന വേണ്ട, ഫാത്തിഹ, അതിനുശേഷം ഖുൽ ഹുവല്ലാഹു സൂറത്ത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ ദുആ, പടച്ചോനെ ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ച ആ പദ്ധതി, ആ മിച്ചറും കമ്പനി, ഇവിടെ ആരെങ്കിലും മിച്ചറും കമ്പനി നടത്തുന്നുണ്ടോ? പടച്ച തമ്പുരാനെ, ആരാണ്? നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പൊരുത്തപ്പെടണം. ഞാൻ വെറുതെ ഒരു മിച്ചർ കമ്പനി പറഞ്ഞാല് എന്നോട് ഇപ്പൊ അടുത്ത് ഷാർജിൽ ഒരാൾ മിച്ചർ കമ്പനി തുടങ്ങണ്ട, അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് വരുമെന്ന് വെച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റൂല പറഞ്ഞു. ആ ഓർമ്മയിൽ മിച്ചർ കമ്പനി എന്ന് പറഞ്ഞാണ്. ഇവിടെ ആരെയും നടത്തണോ നടത്താത്തത് എനിക്കറിയില്ല. ഇനി കൊളായ എന്നെ പറയും ചെയ്യരുത്, മനസ്സിലായില്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ പെയിന്റ് പരിപാടി നടത്തണുണ്ടോ? പഠിച്ച എന്താ പോടെ ഇല്ലാത്തത്? മാന്തളം കച്ചവടം അതുണ്ട്. എന്താ ഇപ്പൊ ഇല്ലാത്തതെന്ന് പറയല. ഇപ്പൊ ഞാൻ കുടുങ്ങല്ലോ. എന്താ ഇല്ലാത്ത? മണലും കച്ചവടം എന്താ? ബനിയൻ കച്ചവടം നടത്തണുണ്ടോ? അടിവസ്ത്രം അല്ല, അത് പിന്നെ ബനിയന് ഉണ്ടോ? അവിടെ ഉണ്ടോ? ചൊക്ക കൊളല്ല. എന്തെങ്കിലും ഒരു ഇനിയിപ്പോ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചാൽ നിങ്ങളെ എന്ത് പരിപാടി ഉദ്ദേശിക്കുകയാണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്, അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് ഉഷാർ ചെയ്താലേ, ഉമ്മാനോട്, കാക്കാനോട്, ഉസ്താദിനോട്. ഞാൻ മുമ്പ് നിന്ന മഹല്ലില് 96 നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യണ്ട്, ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എന്നെ കാണാൻ വരൂല, കാരണം എന്നെ കണ്ട ആൾക്ക് പിടിച്ചു വെക്കാൻ പറ്റൂല, എനിക്ക് മൂപ്പരെയും കാണാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാൻ പിരിഞ്ഞതിന് ശേഷം മൂപ്പരെ ഞാൻ കണ്ടിട്ടില്ല, കാണലില്ല, കാരണം അത്രയും ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ കണ്ടാൽ ഒന്നുകിലും മൂപ്പര് കരഞ്ഞ് തളരും, അല്ലെങ്കിൽ എന്നെ വല്ലാതെ ഷോക്കാക്കും. അതുകൊണ്ട് കാണാതെ മാറിക്കുക. അത്ര സ്നേഹ. 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരക്കുട്ടിയാണ് ഇരുന്നുറങ്ങണവന്. എന്താ അവിടെ എവിടെയോ അതാ എന്റെ പേരക്കുട്ടി. അതിന്റെ എല്ലാ പേരക്കുട്ടികളും ഇവിടെ ഓതുണ്ട്. അതാ വലിയ രസം. എല്ലാ പേരക്കുട്ടികളും ഓതുണ്ട്. എല്ലാരും ഇവിടെ ഓതുന്നുണ്ട്. മുണ്ടെണ്ണ ആരോടും പറയണ്ട, ഇവിടെ ഓതുന്നുണ്ട്. അപ്പൊ അവര് 96 നോമ്പ് വെക്കുന്ന ആളാണ്. വയസ്സ് 90. 90-ാം വയസ്സിൽ 96 നോമ്പ് വെക്കും. നോമ്പ് തുടങ്ങണതിന് മുമ്പ് റൂമിൽ വരും. ഞാൻ നാളെ നോമ്പ് വെക്കാണ്, നിങ്ങൾ സമ്മാനം തരണം എന്ന് പറയും. എല്ലാ കൊല്ലം 17 കൊല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മുഷാവറ. ഞാൻ സമ്മതം കൊടുക്കുകയും ചെയ്യും. 6 നോമ്പോട് കൂടി മൂപ്പര ആ വിഷയം പൂർത്തിയാവും. അപ്പൊ 96 നോമ്പായി. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുന്നു തരും. അത് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തരല്ലോ, ഒരു സന്തോഷത്തിന്. അതിന്റെ അപ്പുറം അങ്ങോട്ടും കൊടുക്കലുണ്ട്. അത് വേറെ സന്തോഷത്തിന് തരിക. അതോടുകൂടി മൂപ്പര ആ 96 നോമ്പാണ് പൂർത്തിയാവും. ഒരു പ്രശ്നം ഇടയിൽ ആ മനുഷ്യനുണ്ടാവില്ല.
ഒരു ദിവസം ഇടയിൽ വെള്ളം കുടിക്കൂല. 96 തുടർച്ച തന്നെ. അയ്യാമത്തെ ശരിക്കലും പെരുന്നാളും ഉണ്ടാവില്ല. മുഷാവറ അടുത്ത് നോക്കുക. എന്തിനൊരു മുഷാവറ നല്ലതാണ്. പിന്നെ പടച്ചവനോട് ഇപ്പൊ എന്തായി, രണ്ടാമത്തെ റക്അത്തില് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു സൂറത്തും, എന്നിട്ട് അവിടെ ഇരിക്കുക, എന്നിട്ട് മനസ്സുറന്നിട്ട് അള്ളാഹിനോട് പറയാം. ഒരു തീരുമാനം എടുക്കാതെ എങ്ങനാണ്ട് ഇരുന്നാ മതി. അപ്പൊ വേണ്ടത് കൽബിൽ അങ്ങോട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഇസ്തിഹാറത്ത്, അത് പടച്ചവനോടുള്ളൊരു മുഷാവറയാണ്. പിന്നെ പടപ്പുകളോടും നമ്മൾ തീരുമാനിച്ച കാര്യത്തിനെ കുറിച്ച് ഒരു കൂടിയാലോചന, അത് നല്ലതാണ്. എന്ത് പദ്ധതികളും വിജയിക്കാൻ ഇത് നല്ല പണിയാണ്. ഇതിന്റെ അഭാവത്തിലാണെങ്കിൽ പാടെ പരാജയപ്പെടും എന്ന് പെട്ടെന്ന് പറയില്ല, പക്ഷെ ബർക്കത്തിന് എതിരാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ഒരു മുഷാവറ, പടപ്പിനോടും പടച്ചവനോടും, അത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. ഒരു ചെറിയ ദുആ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه وبلا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم، وإلى أرواح جميع الخير كلهم أجمعين، لا سيما إلى أرواح من دفنوا حوالينا يا أرحم الراحمين. اللهم بحقهم وبجاههم اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وأد ديوننا وقض حوائجنا يا رب العالمين. اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبورهم روضة من رياض الجنة، ولا تجعل قبورنا وقبورهم حفرة من حفر النيران. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم. وقنا وإياهم شر ما قضيت برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. أسألك الجنة. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين.
اللهم ارحمني يا أرحم الراحمين.